അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡൈവേർജൻസ്, കേള്, ഗ്രേഡിയന്റ് ഇവയെല്ലാമായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, ഗ്രേഡിയന്റ് ആയാലും കേളായാലും അല്ലെങ്കിൽ ഡൈവേർജൻസ് ആയാലും ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് അല്ലേ അല്ലെ. ഡെൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഡോ ബൈ ഡോ എക്സ് പ്ലസ് അങ്ങനെയല്ലേ എഴുതുന്നത്, എക്സെട്ര വൈയും സെഡും. അപ്പൊ നിങ്ങൾ നോക്കി, ഇതൊക്കെ ഡെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഗ്രേഡിയന്റിലായാലും ഡൈവേർജൻസിലായാലും കേളിലായാലും ഒക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതായത് നമുക്ക് ഈ കിട്ടിയ ഡെല്ലിന് ഒരു തവണ കൂടി ഡെല്ല് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 ഡിഫറെന്റ് ടൈപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതായത് ഈ ഡെൽ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്ററിന് നമുക്ക് എഗെയിൻ ഒരു തവണ കൂടി പിന്നെ ഗ്രേഡിയന്റ് കൊണ്ടും കേള് കൊണ്ടും ഡൈവേർജൻസ് കൊണ്ടും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5 ടൈപ്പ് പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ്, കേൾ ഓഫ് ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് കേള്. തോന്നുന്നില്ല, സിമ്പിൾ ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഓക്കെ, ആദ്യം തന്നെ ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്, അതായത് ഗ്രേഡിയന്റിന്റെ ഡൈവേർജൻസ്. ഗ്രേഡിയന്റ് എന്താണ്, ഡെൽ ഫൈ അല്ലെ, ഡെൽ ഫൈ അല്ലേ ഗ്രേഡിയന്റ്. ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റിന്റെ ഡൈവേർജൻസ്, അതായത് ഡെല്ലിന്റെ ഡൈവേർജൻസ് പറഞ്ഞാൽ ഡെൽ ഡോട്ട് അല്ലെ, ഡെൽ ഡോട്ട് ഡെൽ ഫൈ ആണ് എന്ത്, ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡൈവേർജൻസ് എടുക്കുക, അതിന്റെ ഗ്രേഡിയന്റ് എടുക്കുക. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് അല്ലെ, ഡൈവേർജൻസ് ആയി. ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ്, ദാറ്റ് ഈസ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എഫ്, അതാണ് എന്ത്, ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ്. കേൾ ഓഫ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡിയന്റ് ഉണ്ട്, അപ്പൊ അതിന്റെ കേൾ എടുക്കുക. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഡെൽ ഫൈ അല്ലെ, ഡെൽ ഫൈ, അതിന്റെ കേള് ഡെൽ ക്രോസ്. കേള് എന്ന് പറഞ്ഞാൽ ക്രോസ് അല്ലേ, ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡോട്ട് അല്ലെ. ഡൈവേർജൻസ് ഓഫ് എ കേള്, ദാറ്റ് ഈസ് കേളിന്റെ ഡൈവേർജൻസ് ഡെൽ ക്രോസ് എഫ്, കേളായി അല്ലെ. ഡൈവേർജൻസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ്. കേൾ ഓഫ് കേൾ, കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് അല്ലെ, ഓഫ് കേൾ. അപ്പം നമുക്ക് ഈ 5, അതായത് ഡെല്ലിന് ഇവിടെ നമുക്ക് എല്ലാത്തിനും ഡെല്ലിന് 2 തവണ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ ഡെല്ലിന് ഡൈവേർജൻസ് എടുക്കാണ്, ഇവിടെ ഗ്രേഡിയന്റ് എടുക്കാണ്, ഇവിടെ കേൾ എടുക്കാണ്, ഇവിടെ ഡൈവേർജൻസ് എടുക്കാണ്, ഇവിടെ കേൾ എടുക്കാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ തരത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ എന്നുള്ള, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഡെല്ലിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതൊക്കെ ചെയ്താൽ എന്താണ് കിട്ടുക. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് പിന്നെ എന്തെങ്കിലും ചിലപ്പോ ഫൈൻഡ് ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. ദെൻ നമ്മൾ ഒരു ഫംഗ്ഷൻ തരും, ഒരു 5x² പ്ലസ് അങ്ങനെയാണെന്ന് പറഞ്ഞാല് പിന്നെ ഫൈൻഡ് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണെന്നും ഇതാണ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ നോക്ക്, ഡെൽ ഡോട്ട് ഡെൽ ഫൈ. നമുക്ക് ആദ്യത്തെ 1-2 കാര്യങ്ങൾ നോക്കാം. ഡെൽ ഡോട്ട് ഡെൽ ഫൈ അല്ലെ, അതായത് ഗ്രേഡിയന്റ് ഉണ്ട് അല്ലെ ഒരു ഫംഗ്ഷന്റെ, അതിന് ഡെൽ എടുക്കുകയാണ്. അതായത് ആദ്യം ഈ ഡെൽ ഫൈ എന്ന് പറഞ്ഞ ഈ ഭാഗം ഞാൻ എഴുതാണ്. ഡെൽ ഫൈ എന്ന് പറഞ്ഞ ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ സെറ്റ് അല്ലെ, ഇതാണ് ഡെൽ ഫൈ അല്ലെ. ഡോട്ട് പിന്നെയും ഐ ഡോ ബൈ ഡോ എക്സ് അല്ലേ, ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെറ്റ് അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എങ്ങനെയായിരുന്നു, ഐയുടെ കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഐ ഡോട്ട് ഐ 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടും എന്താ, ഡോ സ്ക്വയർ 5 ബൈ
ഡോ എക്സ് സ്ക്വയർ ഐ ഡോട്ട് ഐ 1. ദെൻ ഇവിടെ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈവ് ബൈ ഡോ വൈ, ദാറ്റ് ഇസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ ജെ ഡോട്ട് ജെ 1 ആണ്, പ്ലസ് ഡോ സ്ക്വയർ ഇതേപോലെ 5 ബൈ ഡോ സെഡ് സ്ക്വയർ, ദെൻ കെ ഡോട്ട് കെ എന്താണ് 1 ആണ്. അപ്പൊ നിങ്ങൾ നമുക്ക് ഇതിനെ എന്ത് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ 5 എഴുതിക്കൂടെ. ഡെൽ സ്ക്വയർ അതായത് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതിനെ നമുക്ക് ഡെൽ സ്ക്വയർ 5 എന്ന് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റില്ലേ? ഡെൽ സ്ക്വയർ 5 അല്ലേ ഇത്. ദാറ്റ് ഈസ് ഇതിനെ നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി തരും. ലാപ്ലേസിയൻ ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ, അത് ഡെൽ സ്ക്വയർ 5 ഇങ്ങനെ കാണുന്നതിനെയാണ്, അതായത് ഒരു 5 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെല്ലിന്, അതായത് 2 തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് എന്ത്, പിന്നെ ലാപ്ലേസിയൻ എന്ന് പറയുന്നത്, ലാപ്ലേസിയൻ ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് അതായത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഫസ്റ്റത്തേതാണ് നമുക്ക് കിട്ടിയത്. ദെൻ ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എഫ് അല്ലെ. അപ്പം പിന്നെ ഇത് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എഫിനെ നമുക്ക് ഒരിക്കലും ഡെൽ സ്ക്വയർ ഓഫ് എന്ന് എഴുതരുത് കേട്ടോ, ഡെൽ സ്ക്വയർ ഓഫ് എന്ന് എഴുതരുത്. അപ്പൊ ഡെൽ ഡോട്ട് എഫ് കാണുക, അത് കണ്ടു കഴിഞ്ഞിട്ട് അതിനെ ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ ആണ് നമുക്ക് എന്ത് കിട്ടുക, ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ്. അപ്പൊ ഇത് ഇവിടെ ഡെൽ സ്ക്വയർ 5 എഴുതി, ഇതും ഡെല്ലും അടുത്തല്ലെന്ന് വിചാരിച്ചു, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡെൽ സ്ക്വയർ 5. അതൊരിക്കലും ഡെൽ സ്ക്വയർ 5 ഈക്വൽ ആവില്ല. ഇനി നിങ്ങൾ ഈ 3ഉം 4ഉം നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കൂ. ദാറ്റ് ഇസ് ഡെൽ 5 എന്താണ്, ദാറ്റ് ഇസ് ഡോ 5 ബൈ ഡോ എക്സ്, ഡോ 5 ബൈ ഡോ വൈ, ഡോ 5 ബൈ ഡോ സെറ്റ് ചെയ്ത് ഡെൽ കൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ്, ദാറ്റ് ഇസ് ഐ ജെ കെ ഡിറ്റർമിനന്റ് എടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 0 കിട്ടും. അതേപോലെ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫും 0 ആയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കൂ, സമയമുള്ളപ്പോ ചെയ്തു നോക്കൂ, ഇത് രണ്ടും 0 ആയിരിക്കും. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഇത് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലേ അല്ലെ, അതായത് മൂന്ന് വെക്ടേഴ്സ് തമ്മില് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക അല്ലെ, അത് ബാക്ക് മൈനസ് ക്യാബ്, ക്യാബ് റൂള് വെച്ചിട്ട് നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ലാപ്ലേസിയൻ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ബാക്കിയെല്ലാം ഈ 5 ഡിഫറെന്റ് ടൈപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മള് സ്കേലാർ പിന്നെ ഡെൽ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ ലാപ്ലേസിയൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ലാപ്ലേസിയൻ ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ആണ്. ഇതുപോലെ നമുക്കൊരു വെക്ടർ ഫംഗ്ഷൻ തന്നിട്ട് ലാപ്ലേസിയൻ കാണാൻ പറയും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈ ഈക്വൽ ടു ഇവിടെ എഴുതാം, ഫൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3z പ്ലസ് 4 ആണ്. കാൽക്കുലേറ്റ് ദ ലാപ്ലേസിയൻ ഓഫ് ദ ഫംഗ്ഷൻ. ഇതിന്റെ ലാപ്ലേസിയൻ ആണ് നമുക്ക്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഫൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3z പ്ലസ് 4 ആണ്. Then we want to find Laplacian. Laplacian means del square phi. Del square phi ആണ് നമുക്ക് കാണുന്നത് അല്ലേ, which is equal to dou square phi by dou x square plus dou square phi by dou y square plus dou square phi by dou z square. അതായത് phi എന്ന് പറയുന്ന ഫംഗ്ഷന് 2 തവണ നമ്മൾ with respect to x, y, z നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Okay, then that is which is equal to ഈ ഒരു ടോട്ടൽ ഫംഗ്ഷനാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ത്രൂ ഔട്ട് ഈ ഫംഗ്ഷൻ ഓഫ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താല് 2x കിട്ടും അല്ലെ, 2x പ്ലസ് ഇവിടെയോ പ്ലസ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ 2y
2y ഇതാണ്. ദെൻ ഇവിടെ ഈ ഒരു തേർഡ് ടേമിലും ഫോർത്ത് ടേമിലും എക്സ് വേരിയബിൾ അല്ല അല്ലെ, അപ്പൊ അത് 0 ആയിപ്പോവും. ദെൻ അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് 2x plus 2y കിട്ടും അല്ലെ. ദെൻ അഗെയിൻ നമ്മൾ അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താല് ഫസ്റ്റ് ടേമിൽ മാത്രമല്ലേ എക്സ് ഉള്ളൂ, ദാറ്റ് ഈസ് 2 ആണ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു y ഈ സെക്കൻഡ് ടേം y ആണ് വേരിയബിള്, അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും 0 ആവും അല്ലെ. അപ്പൊ ഡോ സ്ക്വയർ 5/x² എന്താണ് 2 എന്ന് കിട്ടിയില്ലേ. ദെൻ പ്ലസ് ഈ ഡോ സ്ക്വയർ 5/y² ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു ഫംഗ്ഷന് ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേമിൽ ഇല്ല അല്ലെ, അത് 0 ആണ്. സെക്കൻഡ് ടേമിലോ വിത്ത് റെസ്പെക്ട് ടു y ആവുന്ന സമയത്ത് 2x അല്ലെ, 2x ആണ്. ദെൻ ഇവിടെ ഇല്ല അല്ലെ, തേർഡ് ടേമും ഫോർത്ത് ടേമും 0 ആയിപ്പോയി. ദെൻ അഗെയിൻ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് വാല്യൂ ഉണ്ടോ അല്ലെ 0 പ്ലസ്. ദെൻ ഇനി നിങ്ങൾ നോക്കൂ, ഡോ 5/z ചെയ്യാം. ഡോ സെറ്റ് ഫസ്റ്റ് ടേമിലും ഇല്ല സെക്കൻഡ് ടേമിലും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ, ദാറ്റ് ഇസ് 3. ദെൻ അഗെയിൻ 3യെ നമ്മൾ z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും അല്ലെ, 0. സോ ആൻസർ എന്താ ∇2 ഈക്വൽ ടു 2 ആൻസർ കിട്ടിയില്ലേ. ഓക്കെ, അപ്പൊ ലാപ്ലേസിയൻ നിങ്ങൾ ഈ ∇2 ആണ് ലാപ്ലേസിയൻ എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ക്വസ്റ്റ്യൻ എന്താ ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻ ലാപ്ലേസിയൻ എന്ന് മാത്രമേ ഉണ്ടാവും. സോ ∇2 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് കേർഡ്, ഡൈവേർജൻസ്, ഗ്രേഡിയന്റ് ഇതൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് 5 ഡിഫറെന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അതായത് ആദ്യം ഒരു ഡെൽ ഓപ്പറേറ്റർ, അതിനെ വീണ്ടും നമ്മൾ ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 5 ഡിഫറെന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഇത്. ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ്, കേൾ ഓഫ് ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ഓഫ് കേള്, കേൾ ഓഫ് കേള്. അപ്പൊ അതിൽ ∇2 ആണ് നമ്മൾ ലാപ്ലേസിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ∇2 വാല്യൂ കാണാൻ നമുക്ക് പ്രോബ്ലംസ് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.